എനിക്ക് 2 ആൺകുട്ടികൾക്ക് ശേഷമാണ് ഒരു മോള് ജനിക്കുന്നത്. ആ മോളെ സന്തോഷിപ്പിക്കുക. എൻ്റെ വൈഫ് സ്കൂൾ ടീച്ചറാണ്. അവൾ പറയാറുണ്ട്, ദാസേട്ടാ 2 ആൺകുട്ടികളാണ്, എനിക്ക് മക്കളെ പഠിപ്പിക്കണം, വീട്ടിലെ പണിയെടുക്കണം, സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം, അതുകൊണ്ട് മോളെ പാൽ കുടിക്കാനാകുമ്പം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി, പിന്നെ ദാസേട്ടന് തരും, നിങ്ങൾ അവളെ നോക്കുക. അപ്പം എൻ്റെ മുമ്പിൽ എന്താ വഴി എന്താ? ആ സമയത്ത് സോഷ്യൽ മീഡിയ സജീവമായിരിക്കുന്ന സമയമാണ്. അങ്ങനെയാണ് എൻ്റെ കസിൻ പറഞ്ഞത്, ടിക്ടോക്ക് എന്ന ആപ്പ് നിങ്ങളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, അതിൻ്റെ അത് പാട്ടും ഡാൻസും കാര്യങ്ങളും ഉണ്ടാവും, അത് നിങ്ങളെ മോളെ ചിരിപ്പിക്കാൻ പറ്റും, മോളെ സന്തോഷിപ്പിക്കാൻ പറ്റും. അങ്ങനെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ യാതൊരു ബന്ധവും എനിക്ക് ഫോണായിട്ടില്ല, അറിയാലോ, ഫോൺ വിളിക്കുക വെക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ അകത്ത് ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കാണും, മറ്റുള്ള ആൾക്കാർ കാണും, എൻ്റെ മോള് ഹാപ്പി, അവര് ഹാപ്പി, ഞാനും ഹാപ്പി, അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ നമ്മൾ 2 വീഡിയോസ് കാണുമ്പോഴും ലുക്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ദാസേട്ടൻ മുണ്ട് ഇപ്പോഴും ഇടുന്നില്ല, നല്ല മുണ്ട് മീൻസ് മാടി കുത്തിയിട്ടൊക്കെ ഒരു ടൈപ്പായിരുന്നു. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ ഫുള്ളി ഒരു ഗുണ്ടേനെ പോലെയൊക്കെ കുറെ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ട്രാൻസിഷൻ എല്ലാവർക്കും പറ്റില്ല. അതെങ്ങനെയായിരുന്നു ആ ട്രാൻസിഷൻ? അതായത് ഞാൻ പറഞ്ഞല്ലോ, അത് കുറേ കഴിഞ്ഞിട്ടാണ് ആ ട്രാൻസാക്ഷൻ വരുന്നത്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, കുട്ടീനെ സന്തോഷിപ്പിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ലുങ്കി മാത്രമേ കൊടുക്കാറുള്ളൂ, ഷർട്ട് ഇടാറില്ല. എനിക്കറിയില്ല ഇത്തിരി ആൾക്കാർ കാണുന്നുണ്ട്, ഷെയർ പോകുന്നുണ്ട്, ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടു, നല്ല നല്ല സംഗതികൾ. എൻ്റെ ഈ തുടങ്ങിയ സമയത്തുള്ള ഡാൻസ് ഇല്ലേ, കണ്ടിട്ടുണ്ടോ? സർക്കാർ ജീവനക്കാരനായ ഒരാൾ സമൂഹ മാധ്യമങ്ങളുടെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നു, കോപ്രായങ്ങൾ കളിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഐഡന്റിറ്റി ആദ്യം വന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ വന്ന് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഈ ദാസേട്ടന്റെ പഴയ ചോദിക്കാറുണ്ട്. അപ്പം അതിന് സഡൻലി ഞാൻ മാറി. എൻ്റെ കാര്യങ്ങൾ ആൾക്കാർ കാണുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ ശ്രദ്ധിക്കപ്പെടാം, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്താൽ സിനിമകളിലേക്ക് എത്താം എന്നൊരു മെന്റാലിറ്റി എനിക്ക് തോന്നിയത് മുതലാണ് ഞാൻ സഡൻലി എൻ്റെ വീഡിയോസിന് ചേഞ്ച് വരുത്തിയത്.